രാജ്യത്തുള്ളത് അസാധാരണ സാമ്പത്തിക സാഹചര്യമെന്ന് വിലയിരുത്തൽ. കുറഞ്ഞ പണപ്പെരുപ്പവും ശക്തമായ വളർച്ചയും റിസർവ് ബാങ്കിന് ഇരട്ടപ്രഹരമായി മാറിയെന്ന് SBI റിസർച്ച്. സാധാരണ പണപ്പെരുപ്പവും സാമ്പത്തിക വളർച്ചയും ഒരേ ദിശയിലാണ് നീങ്ങാറ്. അതായത് സമ്പദ്വ്യവസ്ഥ വേഗത്തിൽ വളരുമ്പോൾ വിലകളും ഉയരും. എന്നാൽ നിലവിൽ ഇന്ത്യയിൽ ശക്തമായ വളർച്ചയും വളരെ കുറഞ്ഞ പണപ്പെരുപ്പവുമാണ് കാണുന്നത്. ഇത് ഒരു അസാധാരണ സാമ്പത്തിക സാഹചര്യമാണെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർച്ച് റിപ്പോർട്ട് പറയുന്നത്. അതിനാൽ റിസർവ് ബാങ്കിന് റിപ്പോ നിരക്ക് കുറയ്ക്കൽ നയപരമായ പ്രതിസന്ധിയായി മാറും. പലിശ നിരക്കുകൾ കുറച്ചാൽ അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകിയേക്കാം. എന്നാൽ സമ്പദ് വ്യവസ്ഥ ഇതിനകം തന്നെ അതിവേഗം വളരുന്നതിനാൽ ഇത് ഓവർ ഹീറ്റിംഗിന് കാരണമായേക്കും. പകരം നിരക്കുകൾ കുറയ്ക്കാതിരുന്നാൽ ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകാർക്കും കുറഞ്ഞ നിരക്കിൽ വായ്പ എടുക്കാനുള്ള അവസരം നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ട് വിലയിരുത്തി. അതേസമയം ചില്ലറ പണപ്പെരുപ്പം സ്വർണമൊഴികെയുള്ള മറ്റു വിഭാഗങ്ങളിൽ അടുത്ത 2 മാസത്തേക്കും നെഗറ്റീവായി തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്നും റിസർച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഒക്ടോബറിൽ മൊത്ത ഉപഭോക്തൃവില സൂചിക പണപ്പെരുപ്പം 0.5% എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഭക്ഷ്യവസ്തുക്കളായ പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ വിലയിടിഞ്ഞതാണ് ഇതിന് കാരണം. സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടം കാരണം പേഴ്സണൽ കെയർ ആൻഡ് എഫക്റ്റ് പണപ്പെരുപ്പം 57.8% ഉയർന്നപ്പോഴും സ്വർണം ഒഴിവാക്കിയാൽ മൊത്ത പണപ്പെരുപ്പം നെഗറ്റീവ് 0.57%. കോർ CPI ഒക്ടോബറിൽ 4.33% ഏതാണ്ട് സ്ഥിരത നിലനിർത്തി. എന്നാൽ സ്വർണം ഒഴികെയുള്ള കോർ CPI 2.6% കുറഞ്ഞു. GST നിരക്കുകളിലെ പരിഷ്കരണങ്ങളും പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിച്ചതായി SBI റിസർച്ച് ചൂണ്ടിക്കാട്ടി.